ഹെവി ആയിട്ട് ബിരിയാണിയോ നോൺ വെജെല്ലാം കഴിക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു ടീ കുടിച്ച് നോക്കുക. അപ്പോൾ ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ അളവ് ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ അളവ് കുരുമുളക് പൊടി പൊടിച്ചത്, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ അളവ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യുക. 1/2 ടീസ്പൂൺ ചുക്കും കൂടി പൊടിയും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതേപോലെ ഒരു ഇടികല്ലിൽ ഇതിലേക്ക് ഒരു ചെറിയ പീസ് അളവ് ഇഞ്ചി, 2 ഏലക്ക, 2 ഗ്രാമ്പു, 2 പട്ട, കുറച്ച് പുതിന ഇലയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് ഇടിച്ചെടുത്ത് മാറ്റി വയ്ക്കുക. ഇനി ഞാൻ പാനിൽ വെള്ളം ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടാകുന്ന സമയത്ത് നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഇടിച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് തേയിലയും ചേർത്ത് കൊടുത്ത് നല്ലോണം തിളച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാൻ ഗ്ലാസ്സിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ആ പൊടിയുടെ 1 ടീസ്പൂൺ അളവ് രണ്ടിലും ഞാൻ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള ചായ അതിലേക്ക് ഒന്ന് അരിച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചായ റെഡി.